Hello guys, welcome back to my YouTube channel 645 couple. എനിക്ക് പല്ലുവേദന ആയതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെയൊക്കെ സംസാരിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അറൗണ്ട് 1 month ആയിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് നമ്മുടെ വയനാട് ഒരു ട്രിപ്പ് പോയതാണ്. അപ്പം ഗ്രീൻ കബാന എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ റിസോർട്ടും കാര്യങ്ങളും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോയപ്പം അറൗണ്ട് ഒരു 8 hours ട്രാവൽ ഉണ്ട്. നമ്മൾ പതുക്കെ പോയതുകൊണ്ട് 10 hours എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ പോയി. അപ്പോൾ ഉച്ചയ്ക്ക് രാത്രി ഫുഡ് കഴിച്ച വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു 10 minutes അബോവ് വീഡിയോ ഉണ്ട്. കാരണം ഞാൻ മാക്സിമം സ്പീഡിൽ ഇട്ടേക്കുന്നത്. പക്ഷേ ഇനിയും ഷോർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ രാത്രി എത്തി. അപ്പോൾ നൈറ്റ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം നിറച്ച് ചെടികൾ കാര്യങ്ങൾ കണ്ടപ്പം അതിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിറച്ച് പൂക്കളായിരുന്നു. നമ്മൾ പോയ ടൈമിൽ അവിടെ 28 degrees Celsius ആയിരുന്നു. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റിസോർട്ടിൽ AC കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഫാനിൽ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇതൊരു ആയുർവേദിക് റിസോർട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്പായും ഡോക്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞങ്ങൾ ഓഫീസിൽ നിന്നാണ് പോയത്. ഞങ്ങളൊരു 40-45 പേരോളം ഉണ്ടായിരുന്നു. നമ്മൾ കാണുമ്പോൾ ഒരു കുഞ്ഞി റിസോർട്ട് പോലെ നമുക്ക് തോന്നും, ബട്ട് അടിപൊളിയാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂള് പുതിയത് പണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ ഫിഷ് ഫാം ഉണ്ട്, ഇതിനകത്ത് മീനുകളുണ്ടെന്ന് അറിയിച്ചപ്പോൾ രാവിലെ നമ്മുടെ ചേട്ടൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ താറാവും കോഴിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഡയലോഗ്സ് പറഞ്ഞല്ലോ പല്ലുവേദന ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഇതൊരു അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തല്ല കേട്ടോ. ഞാൻ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോവാം. നല്ലൊരു റിസോർട്ടാണ്, സേഫാണ്, റോഡ് സൈഡ് തന്നെയാണ്. ഈ ഇപ്പം കാണുന്ന ഈ ഒരു ഇതിൽ നിന്ന് സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ബസ് പോകുന്ന ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി. അവിടെ കുറേ ചെടികൾ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. കുരുമുളക് ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, പപ്പായ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ വേറെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചേട്ടോ. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞ് വായിലിട്ടു. കറക്റ്റ് നമ്മുടെ ഒരു 7up കഴിക്കണ ഒരു ഫീലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇപ്പോൾ വീഡിയോ കാണാൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവർക്കറിയാൻ പറ്റും. അപ്പം ഇവിടെ ചെറിയൊരു സെറ്റപ്പ് പോലെ ഉണ്ട്, ഒരു A ഫ്രെയിം പോലെ. പിന്നെ ഇത് അഖില ചേച്ചിയാണ്. ചേച്ചി അവിടെ ഊഞ്ഞാലാടുന്നു. ഇതിൻ്റെ മേലെ ഒരു എയർമാടല്ല, ചുമ്മാ നമുക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അപ്പം ആദ്യം എല്ലാവർക്കും ഒരു പേടിയായി, കാരണം സ്റ്റെപ്പ് കയറാനൊരു പിടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പേടിച്ച് കയറിയത്. ഞാനും പേടിച്ചാണ് കയറിയത്. കാരണം ഫോൺ പിടിച്ചിട്ട് താഴെ വീഴുവോ, അതിൻ്റെ മേളിലാണെങ്കിലും ചെന്നിട്ട് അധികം ഇതൊന്നുമില്ല. എന്നിട്ട് ഞാനും കയറിയായിരുന്നു കേട്ടോ. കയറിയിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തില്ല. മേളിൽ നിന്നുള്ള വ്യൂ എന്തായാലും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവർ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനത് കയറി. അത് നമ്മുടെ കുളമാണ്. ആ കുളത്തിൽ ആഴമില്ല, അത് നമ്മൾ മേക്ക് ചെയ്ത കുളമാണ്. അവിടെ നമുക്ക് മുങ്ങി കുളിക്കാം. ഇറങ്ങാൻ നേരത്ത് ചെറിയൊരു പേടി കാര്യം നമുക്ക് തോന്നും കേട്ടോ. ഇത് നമ്മുടെ ലേക്കുട്ടിയാണ്. തിരിഞ്ഞിറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ തിരിഞ്ഞിറങ്ങും, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടാണ്? നമ്മൾ പൂളിൻ്റെ ആ സൈഡിലേക്ക് പോവാം. അപ്പം ഇങ്ങനെ ഒരു ഇതിൻ്റെ താഴെ ഒരു ചാലുണ്ട്. അതിൽ കൂടെ നമ്മുടെ ശരിക്കും മലയിൽ നിന്ന് പൊട്ടി വരുന്ന വെള്ളം കേട്ടോ. അത് അങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പം വെള്ളം കുറവാണ്, എന്നാലും കറക്റ്റ് മലയിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണ്. ഇവിടെ കുറേ ചെടികൾ നമ്മുടെ സാറ് മണ്ണൂത്തി തൃശ്ശൂരാണ് വീട്. അപ്പം മണ്ണൂത്തിയിൽ നിന്ന് കുറേ ചെടികൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ നമുക്കിപ്പം ശരിക്കും അറിയാൻ പറ്റും. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പോൾ ഇത് കുളമാണ്. ഇത് നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പുറത്തെ വാഴത്തോപ്പ് അങ്ങനെയൊക്കെയാണ്. ഒരു 7.25 acre സ്ഥലത്താണ് കേട്ടോ ഇതിരിക്കണേ. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. കുഞ്ഞി തൈ ചെടികളിൽ മറ്റേ ഒട്ടുമാവ് അങ്ങനത്തെ ചെടികൾ. അപ്പം മാങ്ങയും ചക്കയും പിന്നെ മിൽക്ക് ഫ്രൂട്ട്, അത് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ കഴിച്ചായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മിൽക്ക് ഫ്രൂട്ട് എന്താ സംഭവം എന്ന്. കുഴപ്പമില്ല, നല്ല ഫ്രൂട്ടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടോ, കുഞ്ഞ് ഇത്ര ഉള്ള ഇത് സാധനത്തിൽ മാങ്ങ തൂങ്ങിക്കിടക്കുന്നുണ്ടോ. പറിക്കാൻ സമ്മതിക്കില്ല കേട്ടോ സാറ്. നമ്മൾ പറിച്ചൊന്നുമില്ല. പിന്നെ ചക്കയൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂൾ. അപ്പോൾ നമ്മൾ പൂളിൽ ഇറങ്ങിയില്ല. നമ്മൾ സെക്കൻഡ് ഡേ ആണ് പൂളിൽ ഇറങ്ങി. ഫസ്റ്റ് ഡേ നമ്മൾ ജസ്റ്റ് പോയി ഒന്ന് നോക്കി അവിടെയൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പോയി നോക്കിയിട്ട് തിരിച്ചു വന്നു. ചുറ്റും നമ്മളിങ്ങനെ വട്ടം ചുറ്റി നടക്കുക.
അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തു. സാറ് സൈഡിൽ ഫുള്ള് റോസാ ചെടികളായിട്ട് വെച്ചാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം. പൂളിൻ്റെ സൈഡിൽ തന്നെ 2 വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവാം. പിന്നെ അവിടെ ഒരു ഷവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാച്ചുറൽ പോണ്ട് വേണ്ടവർക്ക് അവിടെ പോവാം, പൂളി കളിക്കുന്നവർക്ക് ഇവിടെ പോവാം. പിന്നെ സഹസ്രദളമാണ് ഇത്. പിറ്റേ ദിവസമായപ്പോൾ വിരിഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഡേ എടുത്തപ്പോൾ അത് വിരിഞ്ഞിട്ടില്ല, സെക്കൻഡ് ഡേ വിരിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടേജാണിത്, റിസപ്ഷൻ. പിന്നെ ഇത് നടുക്കത്തെ സ്പേസ്, വാഷ്റൂം. അപ്പുറത്താണ് നമ്മുടെ റെസ്റ്റോറൻറ്റും കിച്ചണും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ റൂം. നമ്മുടെ റൂം 3rd ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ സ്യൂട്ട് റൂമായിരുന്നു. എക്സ്ട്രാ ബെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒരു കബേർഡ്, ഷെൽഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്, ബാൽക്കണി വന്നിട്ടുണ്ട്, ഒരു വാഷ്റൂം. അങ്ങനെയായിരുന്നു. റൂം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചൂട് നമ്മൾ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടിരുന്നത്. അപ്പോൾ കിച്ചണിൽ നമ്മൾ തന്നെയാണ് പണികളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കൽ, അവിടെ കുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കലും കലാപരിപാടികളൊക്കെ ആയിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്താണ് ആ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടോ നമ്മുടെ രേഖക്കുട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചി. പിന്നെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യ, പച്ച ടീഷർട്ടിൽ ഈ ചേച്ചി, പിന്നെ മറ്റേത് അഖിലേച്ചി. അപ്പം ഞാനാണ് ക്യാമറമാൻ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ പണിയെടുത്തിട്ടില്ലാന്ന്. ഞാൻ പണിയെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തേട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ഉരുളക്കിഴങ്ങറിയും പിന്നെ പുട്ടൊക്കെ ആയിരുന്നു. ഇവിടെ ഒരാൾ മീനെ പിടിക്കണ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുടെ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും മീൻ തുറന്നു വന്ന രീതിയിലുള്ള വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താട്ടോ. ദെൻ ഇത് സെക്കൻഡ് നമ്മൾ 3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം സെക്കൻഡ് ഡേ നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ ജസ്റ്റ് 2 പേര് മാത്രം ഇറങ്ങിയിട്ടാ. പിന്നെ ഇത് എൻട്രൻസിൻ്റെ അവിടെ ഒരു വെള്ളം ഇങ്ങനെ വരണ പോലെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിസോർട്ടിൻ്റെ ബാക്കിൽ ഒരു എയർമാഡ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ കാര്യത്തിന് ചാടി പുറപ്പെട്ട് പോയതാണ്. ബട്ട് വഴി ഭയങ്കര കുത്തനെയുള്ള വഴിയായിരുന്നു. ഈ കമ്പിയും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പകുതി വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് മേളിലേക്ക് പോകുമ്പം ജസ്റ്റ് ഒരു കയറിട്ട് തന്നിട്ടുണ്ട്. ആ കയറി പിടിച്ചിട്ട് വേണം നമ്മൾ കയറാൻ. സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് റോക്ക് ക്ലൈമ്പിങ് പോലെ നമ്മൾ കയറേണ്ടി വരും. വീണാൽ എല്ലാവരും കൂടി ഉരുണ്ട് വീഴും. ബട്ട് സൂപ്പറായിരുന്നു. കുറച്ച് ദൂരമുള്ളൂ, അതുകൊണ്ട് നമുക്ക് വലിയൊരിതായിട്ട് തോന്നിയില്ല. അവിടെ ഒരു മാഡത്തിൻ്റെ ഉള്ളിൽ ഒരു റൂം, ഒരു വാഷ്റൂം, അങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ കയറുമ്പം ചില ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. റബ്ബറും തോട്ടം, തേയില, അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറുന്നു. അപ്പം അത് നമ്മുടെ കുക്കിൻ്റെ അവിടുത്തെ ചേച്ചീൻ്റെ മോളാട്ടോ. അപ്പോൾ അവൾക്ക് അതൊക്കെ കൂളാണ്. അവളുടെ വീട് തന്നെ മലയുടെ പൊക്കത്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും പേര് വെയിറ്റിംഗ് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ എടുക്കാൻ മറന്നുപോയി. കീ താഴേന്ന് ആൾ കൊണ്ടുവരണം, എന്നാലും അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതെ, അകത്ത് കയറി അകത്തു നിന്നുള്ളൊരു വ്യൂ ആട്ടോ. നമുക്ക് ആ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഇതും കാണാം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, ചെറിയൊരു ഇത് പണി നടക്കുന്നുള്ളൂ. അങ്ങനെ തന്നെ ഉച്ചയ്ക്ക് ഫിഷ് ഫ്രൈ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീട്ട് കളിച്ചു. ഇതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു നമ്മൾ പോയതിൻ്റെ. അപ്പോൾ എല്ലാവരും നമ്മുടെ സാറായിട്ട് സൈഡിലിരിക്കണേ. അപ്പോൾ എല്ലാവരും കൂടി ചീട്ടൊക്കെ കളിച്ചു, എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ കാണും കേട്ടോ. എത്രത്തോളം എൻജോയ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും. പിന്നെ അതേ വൈകിട്ടായപ്പോഴത്തേക്കും മഴ പെയ്യാനുള്ള ക്ലൈമറ്റായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത്. നല്ല കാറ്റായിരുന്നു. ഞാനിപ്പം സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഓടിപ്പോണ പോലെ തോന്നണേ. സ്ലോയിലെടുത്ത് കഴിയുമ്പം അത്യാവശ്യം ക്ലിയറായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് മഴക്കാറുണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഓടിക്കേറി. ബാക്കിയുള്ളവർ സ്വിമ്മിംഗ് പൂളിലും കുളത്തിലൊക്കെ ഇങ്ങനെ കുളിക്കാൻ നിന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ മഴ പൊടിഞ്ഞു. ഞങ്ങളിതേ ഓടിപ്പോവാട്ടോ. എല്ലാവരും പല പല സ്ഥലത്ത് നിന്ന്, നമ്മളൊരു 10-45 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പല പല സ്ഥലത്തായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വന്ന് ഓടി നമ്മൾ കയറാൻ പോവാം. ചക്കയൊക്കെ കിടക്കണുണ്ടോ, കുറേ ചെടി. മോൺസ്ട്ര ചെടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെടി പ്രാന്താണല്ലോ. ചെടി കണ്ടപ്പോൾ ഞാനവിടെ വീഡിയോ എടുക്കാൻ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ഗ്രില്ല് ചെയ്യാൻ കൂടി.
ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വെള്ളത്തിലിറങ്ങി. ഞങ്ങൾ മാത്രം ഉണ്ടായി, ഞങ്ങൾ 5 പേരായിരുന്നു റൂമിൽ, 6 പേരായിരുന്നു റൂമിൽ. അപ്പോൾ ഒരാൾ മാത്രം ഇറങ്ങിയില്ല, ആളുടെ കാലിന് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിത് വെള്ളത്തിലിറങ്ങി റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം എല്ലാം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും റിസോർട്ട് എങ്ങനെയാണ് സംഭവമാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ റിസോർട്ടിൻ്റെ പേരും ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോവാം. ലാസ്റ്റ് പിന്നെ അവിടെ ഒരു കുഞ്ഞ് അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നത്. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ വൈൻഡിങ് അപ്പ് കാര്യങ്ങളൊന്നുമില്ല. അത്ര ഉണ്ടായിരുന്നുള്ളൂ സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് നിങ്ങൾ പോയൊന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ഒരു റിലാക്സ് ഫാമിലി ആയിട്ടൊന്ന് പോകാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.